അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. On the beach, some persons are standing at a certain distance. Ram stands 15 kilometers southwest of Raghu. അപ്പോൾ കുറച്ച് പേര് ബീച്ചിൽ നിൽക്കുന്നുണ്ട്. അവർ ഓരോ ഡയറക്ഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പോയിന്റ് എഴുതി നോക്കാം. ചിലപ്പോൾ കണക്ഷൻ ആയി വരും, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതൊരു നോട്ടായിട്ട് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ പറഞ്ഞത്, on the beach, some persons are standing at a certain distance. Ram stands 15 kilometers southwest of Raghu. രഘുവിന്റെ 15 കിലോമീറ്റർ സൗത്ത് വെസ്റ്റിലാണ് ആര് വരുന്നത്? രാം വരുന്നത്. ഓക്കെ, ഇനി രാമായിട്ട് കണക്ട് ചെയ്ത പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത് നോക്കാം. Raji stands 12 kilometers south of Pavi and 14 kilometers നോർത്ത് ഓഫ് രാജു. അപ്പൊ രാജി നിൽക്കുന്നത് പവിയിൽ നിന്നും 12 കിലോമീറ്റർ സൗത്തിലും രാജുവിന്റെ 14 കിലോമീറ്റർ നോർത്തിലുമാണ്. അപ്പം രാജി ഇവിടെ ഉണ്ട്. രാജി പറയുന്ന വ്യക്തി, രാജി പറയുന്ന ആള് സൗത്താണ്, 12 കിലോമീറ്റർ സൗത്ത് ഓഫ് പവി. പവിയിൽ നിന്നും 12 കിലോമീറ്റർ സൗത്തിലാണ്. അതുപോലെ 14 കിലോമീറ്റർ നോർത്ത് ഓഫ് രാജു. രാജുവിന്റെ 14 കിലോമീറ്റർ നോർത്തിലാണ്. അപ്പൊ ഞാൻ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവ രണ്ടുപേരും കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതൂടെ നോട്ടാക്കി വെച്ചിട്ടുണ്ട്. 3 പേരെ കിട്ടുകയാണ്, ഞാൻ അതെന്ത് ചെയ്തു, വരച്ചിട്ടുണ്ട്. ഇനി അരുൺ സ്റ്റാൻഡ് സൗത്ത് ഓഫ് രഘു ആൻഡ് ഈസ്റ്റ് ഓഫ് രാജു. അരുൺ പറയുന്നത് രഘുവിന്റെ സൗത്ത് ആണ്. അരുൺ സ്റ്റാൻഡ്, പക്ഷേ എത്ര ദൂരത്തിലാന്ന് പറയുന്നില്ല. അരുൺ സ്റ്റാൻഡ് സൗത്ത് ഓഫ് രഘു. അരുൺ പറയുന്നത് രഘുവിന്റെ സൗത്ത് ആണ്, സൗത്ത് ഓഫ് രഘു, ആൻഡ് ഈസ്റ്റ് ഓഫ് രാജു, രാജുവിന്റെ ഈസ്റ്റിലുമാണ്. അവർ തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ആക്കി തന്നെ വെക്കുക കേട്ടോ. അരുൺ പറയുന്നത് രഘുവിന്റെ സൗത്തിലാണ്, രാജുവിന്റെ ഈസ്റ്റിലാണ്. ഓക്കെ, ഇനി കവി സ്റ്റാൻഡ്സ് 10 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് അരുൺ. കവി പറയുന്നത് അരുണിന്റെ 10 കിലോമീറ്റർ ഈസ്റ്റിലാണ്. അരുണിന്റെ 10 കിലോമീറ്റർ ഈസ്റ്റിൽ ആരുണ്ട്? കവിയുണ്ട്. ഓക്കെ, റെഡി. ഇനി പവി സ്റ്റാൻഡ്സ് 30 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് രഘു. നമുക്ക് ഡയറക്റ്റ്ലി ഒരു കാര്യം തോന്നിയിട്ടുണ്ട്, രഘുവിന്റെ 30 കിലോമീറ്റർ വെസ്റ്റിലാണ് ആര് വരുന്നത്? പവി വരുന്നത്. അപ്പം രഘു അവിടെയാണെങ്കിൽ രഘുവിന്റെ വെസ്റ്റിൽ പവി വരണം. അപ്പൊ ഇങ്ങനെയാണ് പവിയുടെ 30 കിലോമീറ്റർ ഈസ്റ്റിലായിരിക്കും ആര് വരിക? രഘു വരിക. അപ്പൊ പവിയുടെ 30 കിലോമീറ്റർ ഈസ്റ്റ് പറഞ്ഞാൽ പവിയുടെ 30 കിലോമീറ്റർ ഈസ്റ്റിൽ ആര് വരും? രഘു വരും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാം. കണ്ണൻ സ്റ്റാൻഡ്സ് 21 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് രാജു ആൻഡ് സൗത്ത് ഓഫ് റാം. കണ്ണന് 21 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് രാജു. രാജുവിന്റെ 21 കിലോമീറ്റർ ഈസ്റ്റിൽ ആര് വരുന്നുണ്ട്? കണ്ണൻ വരുന്നുണ്ട്. ഓക്കെ, സോ 21 കിലോമീറ്റർ ഈസ്റ്റിൽ ആര് വരുന്നുണ്ട്? കണ്ണൻ വരുന്നുണ്ട്. ഓക്കെ, 21 കിലോമീറ്റർ ഈസ്റ്റ് കണ്ണൻ വരുന്നുണ്ട്. ആൻഡ് സൗത്ത് ഓഫ് റാം. റാമിന്റെ സൗത്തിലാണ് ആര് വരുന്നത്? കണ്ണൻ വരുന്നത്. അത് നമുക്കറിയാം. റാമിന്റെ സൗത്തിൽ ആര് വരുന്നുണ്ട്? കണ്ണൻ വരുന്നുണ്ട്. പക്ഷേ ദൂരം എത്ര നമുക്കറിയില്ല. അപ്പൊ ഈ പോയിന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഏത് കണക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ നോക്കൂ, അരുണ് പറയുന്നത് ആരാവണം? രാജുവിന്റെ ഈസ്റ്റിലാവണം. രാജുവിന്റെ ഈസ്റ്റിലാവണം. അതുപോലെ രഘുവിന്റെ എന്താവണം? സൗത്തിലാവണം. ഓക്കെ, സോ ഓൾറെഡി രാജു ഇവിടെ ഉണ്ട്. രാജുവിന്റെ ഈസ്റ്റ് അരുണ്, അരുണിന്റെ ഈസ്റ്റ് രഘു. ഓക്കെ, അപ്പം രഘു ഓൾറെഡി ഇവിടെയാണല്ലോ, രാജു ഇവിടെയുണ്ട്. ഓക്കെ, രഘു ഇവിടെ ഉണ്ട്, രാജു ഇവിടെ ഉണ്ട്. അപ്പോ നമുക്ക് ഈ അരുണിനെ ഇവർ രണ്ടുപേര് ജോയിൻ ചെയ്യുന്ന പോയിന്റിലല്ലേ കിട്ടേണ്ടത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അരുൺ എവിടെയായിരിക്കും? രഘുവിന്റെ തൊട്ട് താഴെ, നേരെ താഴെ ഇവിടെയും വരണം, രാജുവിന്റെ നേരെയായിട്ട് ഇവിടെയും വരണം. സോ അരുൺ ഇവിടെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയാണല്ലോ കണ്ണൻ നിൽക്കുന്നത്. കണ്ണനും അരുണും തമ്മിലുള്ള ദൂരം നമുക്ക് പറഞ്ഞൂടെ? ഇത് ടോട്ടൽ 21 വരുന്നുണ്ട്. ഇവിടെ കണ്ണനുണ്ട്. ഇത് ടോട്ടൽ 21. ഇനി ഇത് ടോട്ടൽ 30 ഉണ്ട്. ഇതിൽ 21 ആണെങ്കിൽ ഇത് എത്ര വരും? 9 വരും. ഓക്കെ, ഇത് എത്ര വരും? 9 വരും. റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞു. റെഡി. ഇനി നോക്കേണ്ടത് അരുണിന്റെ 10 മീറ്റർ വെസ്റ്റിൽ ആരുണ്ട്? കവി ഉണ്ട്. സോ ഓൾറെഡി അരുൺ ഇവിടെ ഉണ്ട്. സോ അരുണിന്റെ 10 മീറ്റർ വെസ്റ്റിൽ ആര് കൊടുക്കണം? കവിനെ കൊടുക്കണം. സോറി, 10 മീറ്റർ ഈസ്റ്റിൽ ആരെ കൊടുക്കണം? കവിനെ കൊടുക്കണം. സോ 10 മീറ്റർ ഈസ്റ്റില് കവിനെ വരച്ചു. അപ്പൊ ഈ പോയിന്റ് കഴിഞ്ഞു. ഇനി നോക്കേണ്ടത് രാമിന്റെ സൗത്തിലാണ് ആര് വരുന്നത്? കണ്ണൻ വരുന്നത്. റാമിന്റെ സൗത്തിൽ കണ്ണൻ വരണം. അതുപോലെ രഘുവിന്റെ എവിടെ വരണം? രഘുവിന്റെ സൗത്ത് വെസ്റ്റിൽ ആര് വരണം?
രഘുവിന്റെ സൗത്ത് വെസ്റ്റ് ആര് വരണം? റാം വരണം. അപ്പോ എവിടെ വരും? റാമിന്റെ സൗത്തിൽ ആര്? കണ്ണൻ വരണം. അപ്പൊ ഞാൻ ഇവിടുന്ന് രഘുവിന്റെ സൗത്ത് വെസ്റ്റിലായിട്ട് ഞാൻ ആര് വരയ്ക്കാണ്? റാമിനെ വരയ്ക്കാണ്. അതുപോലെ കണ്ണന്റെ നേരെയാണ്, അതായത് ഈ ഒരു പോയിന്റിൽ ആര് വരണം? റാം വരണം. ഓക്കെ, സോ റാം ഇവിടെ വരച്ചു. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ട് റാമും രാജും ഞാൻ ഒരേ ലൈനിൽ കൊടുത്തു എന്ന്. നമുക്കറിയാം റാമിന്റെ സൗത്തിൽ കണ്ണൻ വരണം. ഓക്കെ, അപ്പൊ കറക്റ്റ് ഇവർ തമ്മിൽ ഒരേ ലൈനിൽ വരണ്ടേ? അപ്പൊ ഞാൻ ഇങ്ങനെ ഇവരെ ലൈൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണോ അതന്നെ എവിടെയും വരിക? 9 ആണ്. ഓക്കെ, അപ്പൊ കർണം 15ഉം അതിന്റെ പാദം 9ഉം ആവുമ്പോൾ നമുക്കറിയാം ഒരു ട്രിപ്ലറ്റും കൂടി ഉണ്ട്. അതായത് 9ഉം 12ഉം ആണെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും? 15 ആയിരിക്കും. അതായത് നമുക്ക് ഈ ഒരു സൈഡിന്റെ ദൂരം നോക്കുമ്പോൾ 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ ആയിരിക്കും വരിക. 15 സ്ക്വയർ 225, 9 സ്ക്വയർ 81. ഇവർ തമ്മിലെ വ്യത്യാസം 144. ഈ 144 റൂട്ട് എത്രയാണ്? 12 ആണ്. അപ്പം ഈ ദൂരം എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓൾറെഡി പവിയിൽ നിന്നും 12 മീറ്റർ സൗത്തിലോട്ടാണ് ആര് വരുന്നത്? രാജു വരുന്നത്. ഇവിടെ രഘുവും ഈ ഒരു ലൈനും കറക്റ്റ് വരുന്നത് എത്രയാണ്? 12 തന്നെയാണ്. അപ്പം ഇവർ തമ്മിൽ ഒരേ ലൈനിൽ വരണ്ടേ? അതുകൊണ്ടാണ് റാമും രാജു ഞാൻ ഒരേ ലൈനിൽ കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മളെ ഫിഗർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ണൻ ആൻഡ് കവി? കണ്ണനും കവിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാ കണ്ണൻ ഇവിടെ ഉണ്ട്, കവി ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇതുവരെ 9ഉം അവിടെ നിന്ന് അങ്ങോട്ട് 10ഉം. അപ്പൊ ടോട്ടൽ എത്ര വരും? 19 മീറ്റർ ആണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ, ക്വസ്റ്റ്യൻ 1ന്റെ ആൻസർ എത്രയാണ്? 19 മീറ്റർ. അടുത്തത്, ഇഫ് മഹി സ്റ്റാൻഡ്സ് നോർത്ത് ഓഫ് റാം ആൻഡ് വെസ്റ്റ് ഓഫ് രഘു. മഹി നിൽക്കുന്നത് റാമിന്റെ നോർത്തിലുമാണ്, അതുപോലെ രഘുവിന്റെ വെസ്റ്റിലുമാണ്. അത് എവിടെയായിരിക്കും? റാം രഘു ഇവിടുന്ന് നോക്കുമ്പോൾ മഹി ഈസ് നോർത്ത് ഓഫ് റാം ആൻഡ് വെസ്റ്റ് ഓഫ് രഘു. ദാ ഇവിടെ ആയിരിക്കും ആര് നിൽക്കുന്നത്? മഹി നിൽക്കുക. ഞാനിവിടെ കണക്ട് ചെയ്യുമ്പോൾ നോക്ക്, ദാ ഇവര് സ്ട്രെയിറ്റ് ലൈൻ വരും, ഇവിടെയും വരും. അപ്പോ മഹി സ്റ്റാൻഡ്സ് നോർത്ത് ഓഫ് റാം ആൻഡ് വെസ്റ്റ് ഓഫ് രഘു. ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രഘു ആൻഡ് മഹി? അങ്ങനെയാണെങ്കിൽ രഘുവും മഹിയും തമ്മിലെ ഡിസ്റ്റൻസ് എത്രയാണെന്ന ചോദ്യം. ഓക്കെ, ഇത് 9, ഇത് 9, അപ്പൊ ഇത് എത്ര തന്നെ ആയിരിക്കും? 9 തന്നെ ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, 9 കിലോമീറ്റർ. അടുത്തത്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കവി വിത്ത് റെസ്പെക്ട് ടു റാം? റാമിൽ നിന്നും കവി ഏത് ഡയറക്ഷനിലാണ് എന്ന ചോദ്യം. ഓക്കെ, സോ റാം ഇവിടെ ഉണ്ട്, കവി ഇവിടെ ഉണ്ട്. അപ്പൊ കവിയുടെ ഡയറക്ഷൻ എന്താണ്? ഇങ്ങോട്ടല്ലേ, താഴോട്ടല്ലേ, ആരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? സോ ആൻസർ എന്ത് വരും? സൗത്ത് ഈസ്റ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കവി വിത്ത് റെസ്പെക്ട് ടു റാം? ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സൗത്ത് ഈസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ റൈഡ്സ് ഫ്രം ഷോപ്പ് ടുവാർഡ്സ് വെസ്റ്റ് for 15 kilometers and reaches hotel and then takes a left turn and rides 6 kilometers to reach his office, where he takes left turn again and rides 12 kilometers to reach his school. Okay, അപ്പോൾ അയാളെ ഷോപ്പിൽ നിന്നും എങ്ങോട്ടാണ്? വെസ്റ്റിലോട്ട് 15 കിലോമീറ്റർ മൂവ് ചെയ്തിട്ട് എവിടെ എത്തി? ഹോട്ടലിലെത്തി. അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? ഷോപ്പ് എന്ന് കൊടുത്തു. ഷോപ്പിൽ നിന്നും 15 കിലോമീറ്റർ വെസ്റ്റിലോട്ട് പോയിട്ട് എവിടെ എത്തി? ഹോട്ടലിലെത്തി. ദെൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ. ഹോട്ടലിലെത്തി. അപ്പൊ നമുക്കറിയാം വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന ലെഫ്റ്റ് ടേൺ താഴോട്ടാണ്. ദെൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ ആൻഡ് റൈഡ് 6 kilometers ടു റീച്ച് ഹിസ് ഓഫീസ്. സോ ഈ ഹോട്ടലിൽ നിന്നും ലെഫ്റ്റ് ടേൺ തിരിഞ്ഞ് 6 കിലോമീറ്റർ പോയിട്ട് എവിടെ എത്തി? ഓഫീസിലെത്തി. ഓക്കെ, where he takes a left turn again and rides 12 kilometers to reach school. അപ്പോൾ ഇവിടെ നിന്ന് അയാൾ വീണ്ടും എന്ത് ചെയ്തു? ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് എത്ര കിലോമീറ്റർ പോയി? 12 കിലോമീറ്റർ പോയിട്ട് എവിടെ എത്തി? സ്കൂളിലെത്തി. ഓക്കെ, ഇനി ഫ്രം ഹിസ് സ്കൂൾ ഹി ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് റൈഡ്സ് 11 kilometers ടു റീച്ച് മാർട്ട്. സോ സ്കൂളിൽ നിന്നും റൈറ്റ് ടേൺ എടുത്തിട്ട് എത്ര കിലോമീറ്റർ പോയി? 11 കിലോമീറ്റർ പോയി എവിടെ എത്തി? മോളിലെത്തി. ഓക്കെ, where he takes a right turn again and rides 9 kilometers to reach his home. സോ മാളിൽ നിന്നും വീണ്ടും എന്ത് ചെയ്തു? റൈറ്റ് ടേൺ എടുത്തിട്ടു എത്ര പോയി? 9 കിലോമീറ്റർ പോയി എവിടെ എത്തി? ഹോമിലെത്തി. ഓക്കെ, ഇനി then he takes a right turn and rides 4 kilometers to reach his temple and stop. അങ്ങനെ വീട്ടിലെത്തിയ അയാൾ വീണ്ടും എന്ത് ചെയ്തു? റൈറ്റ് ടേൺ എടുത്തിട്ട് എത്ര കിലോമീറ്റർ പോയി? 4 കിലോമീറ്റർ പോയിട്ട് എവിടെ എത്തി? ടെമ്പിളിലെത്തി. അങ്ങനെ വീണ്ടും അയാൾ റൈറ്റ് ടേൺ പോയി 4 കിലോമീറ്റർ പോയിട്ട് എവിടെ എത്തി? ടെമ്പിളിലെത്തി. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരുവിധം ലെഫ്റ്റ് റൈറ്റ് എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും.
ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ ഫിഗർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടെമ്പിൾ ടു ഷോപ്പ്? ടെമ്പിളിൽ നിന്നും ഷോപ്പിലോട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കറിയാം അയാള് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ റൂട്ടിൽ പോയി എവിടെയാ ഫൈനൽ എത്തിയ ടെമ്പിളാ. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ച ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പം പോയിന്റ് എയും ബിയും നമ്മളോട് ചോദിച്ച ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസ് ആണ്. സോ എയും ബിയും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണെന്ത്? ഷോർട്ട് ഡിസ്പ്ലേസ്മെന്റ് അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സപ്പോസ് ഇങ്ങനെയാണ് പോയെങ്കിൽ ഈ പോയ ദൂരമാണെന്ത്? ഡിസ്റ്റൻസ്. അപ്പൊ ഇയാൾ മൂവ് ചെയ്ത കംപ്ലീറ്റ് ദൂരം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ എത്ര വരും? 15 പ്ലസ് 6 പ്ലസ് 12 പ്ലസ് 11 പ്ലസ് 9 പ്ലസ് 4. ഇതിന്റെ ആൻസർ ആയിരിക്കും എന്ത് വരിക? അപ്പൊ എത്ര വരും? 15 6 21, 21 12 33, 33 11 44, 44 9 53, 53 4 57. ടോട്ടൽ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്? 57 കിലോമീറ്റർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വാട്ട് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടെമ്പിൾ ടു ഷോപ്പ്? ഓപ്ഷൻ ബി 57 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറക്ഷൻ ഈസ് ദ സ്കൂൾ ലൊക്കേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഷോപ്പ്? ഷോപ്പിൽ നിന്ന് സ്കൂൾ ഏത് ഡയറക്ഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെ ഷോപ്പ് ഉള്ളത്? ഷോപ്പ് ഇവിടെ ഉണ്ട്, സ്കൂൾ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടല്ലേ ആരോ വരുന്നത്? ഇങ്ങോട്ട് വരുന്ന ഡയറക്ഷൻ ഏതാണ്? സൗത്ത് വെസ്റ്റ് ആണ്. ഓക്കെ, സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 6 friends are playing cricket and are standing in different position. So 6 പേരുണ്ട്, ഇവരെന്താണ്? ക്രിക്കറ്റ് കളിക്കാണ്. 6 പേര് ഡിഫറെന്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഗൂഗിൾ വാസ് സ്റ്റാൻഡിങ് 18 meter ടു ദ നോർത്ത് ഓഫ് ഗുപ്ത. ഗുപ്തയുടെ 18 meter നോർത്തിലാണ് ആര് നിൽക്കുന്നത്? ഗൂഗിൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഗുപ്തനെ വരച്ചു. ഗുപ്തന്റെ 18 meter നോർത്തിൽ ആരുണ്ട്? ഗൂഗിൾ ഉണ്ട്. ഓക്കെ, ഗുപ്തന്റെ 18 meter നോർത്തിൽ ഗൂഗിൾ ഉണ്ട്. അടുത്തത് ഓക്കെ, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട് അല്ലെ. ഗൂഗിൾ വാസ് സ്റ്റാൻഡിങ് 80 meter നോർത്ത് ഓഫ് ഗുപ്ത ആൻഡ് 5 meter ടു ദ നോർത്ത് ഈസ്റ്റ് ഓഫ് ഗിരി. ഓക്കെ, ആരാണ്? ഗിരിയുടെ 5 meter നോർത്ത് ഈസ്റ്റിലാണ് ആര് നിൽക്കുന്നത്? ഗൂഗിൾ നിൽക്കുന്നത്. ആൻഡ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആരെയാണ്? ആദ്യം പറഞ്ഞ ആളെ തന്നെയാണ്. അപ്പോ ഗൂഗിൾ ഓൾറെഡി എന്താണ്? ഗിരിയുടെ 5 meter നോർത്ത് ഈസ്റ്റിലാണ്. ഓക്കെ, ഗിരി ഇവിടെ ഉണ്ട്. ഗിരിയുടെ നോർത്ത് ഈസ്റ്റ് പറഞ്ഞാൽ എങ്ങോട്ടല്ലേ? സോ ഗിരിയുടെ 5 meter നോർത്ത് ഈസ്റ്റ്. ഗൗരവ് ഈസ് സ്റ്റാൻഡിങ് 9 meter ടു ദ ഈസ്റ്റ് ഓഫ് ഗിരി. സോ നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റില്ല, അപ്പൊ നമുക്ക് ഒന്ന് പോയിന്റ് ചെയ്യാം. ഗൗരവ് ഈസ് സ്റ്റാൻഡിങ് 9 meter ടു ദ ഈസ്റ്റ് ഓഫ് ഗിരി. ഗിരിയുടെ 9 meter ഈസ്റ്റിൽ ആരുണ്ട്? ഗൗരവ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. ഗിരിയുടെ 9 meter ഈസ്റ്റിൽ ഗൗരവ്. ഓക്കെ, അടുത്തത് ഗീത ഈസ് സ്റ്റാൻഡിങ് 3 meter ടു ദ സൗത്ത് ഓഫ് ഗൗരവ്. ഗൗരവിന്റെ 3 meter സൗത്തിൽ ആരുണ്ട്? ഗീത ഉണ്ട്. ഗൗരവിന്റെ 3 meter സൗത്തിൽ ആരുണ്ട്? ഗീതയുണ്ട്. ഇനി ആൻഡ് 30 meter ടു ദ നോർത്ത് ഈസ്റ്റ് ഓഫ് ഗുപ്ത. ഗുപ്തന്റെ 30 meter നോർത്ത് ഈസ്റ്റിൽ ആരെയാണ് ഉള്ളത്? ഗീതയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആൻഡ് 30 meter ടു ദ നോർത്ത് ഈസ്റ്റ് ഓഫ് ഗുപ്ത. ഓക്കെ, ഇതാരാണ്? ഗീതയാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കാം ഗൗരവിന്റെ 3 meter സൗത്തിൽ ഗീത വരണം. അതുപോലെ ഗിരിയുടെ 9 meter ഈസ്റ്റിൽ ആര് വരണം? ഗൗരവ് വരണം. അപ്പം ഇവര് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആവില്ലേ? ഇവിടെ ആയിരിക്കില്ലേ ആര് വരിക? ഗീതന്റെയും ഗൗരവിന്റെ താഴെ ഗീത വരണം, അതുപോലെ ഗിരിയുടെ നേരെ വരണം. സോ ഈ പോയിന്റിലായിരിക്കും ആര് വരിക? ഗൗരവ് വരിക. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാ? 3 കിട്ടിയിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ടോട്ടൽ എത്ര വരും? 9 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏറെക്കുറെ നമ്മൾ ഫിഗർ എന്ത് ചെയ്തു? ഫിൽ ആയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗിരി ആൻഡ് ഗംഭീർ ഇഫ് ഗംഭീർ ഈസ് 9 meter ടു ദ വെസ്റ്റ് ഓഫ് ഗീത? ഗംഭീറും ഗിരിയും തമ്മിലെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചത്. പക്ഷെ ഗംഭീറിന്റെ പൊസിഷൻ നമുക്ക് ഇതിൽ ഇല്ലാത്ത ഒരാളല്ലേ. ഗംഭീറിന്റെ പൊസിഷൻ എത്ര പറഞ്ഞത്? 9 meter ടു ദ വെസ്റ്റ് ഓഫ് ഗീത. ഗീതയിൽ നിന്നും 9 meter വെസ്റ്റിലോട്ട്. 9 meter വെസ്റ്റ് ആണ് ഇങ്ങോട്ടാണല്ലോ. ഇത് 9 ആണെങ്കിൽ ഇവിടെ അല്ലേ വരിക? ഇവിടെ ആര് വരും? ഗംഭീർ വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഗംഭീറും ഗിരിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇത് 9, ഇത് 9. എനിക്ക് ഇതിവിടെ ജോയിൻ ചെയ്താൽ ഒരു റെക്ടാങ്കിൾ കിട്ടൂലേ? അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. സോ ആൻസർ എന്താണ്? 3 meter. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഗുപ്ത വിത്ത് റെസ്പെക്ട് ടു ഗൗരവ്? ഓക്കെ, ഗുപ്തയുടെ ഡയറക്ഷൻ, ഗൗരവിൽ നിന്നും ഗുപ്തയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ടല്ലേ. സോ ആരോ താഴോട്ടാണ്. ഗൗരവിൽ നിന്നും ഗുപ്തയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരുന്ന ഏതാണ്? സൗത്ത് വെസ്റ്റ് ആണ്. സോ നമ്മൾ ആൻസർ എന്താണ്? സൗത്ത് വെസ്റ്റ്. ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഫ്രം പോയിന്റ് ബി വാക്സ് ടുവാർഡ്സ് വെസ്റ്റ് ഫോർ 70 meter ടു റീച്ച് പോയിന്റ് സി ആൻഡ് ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് ഫോർ 7 meter ടു റീച്ച് പോയിന്റ് ജെ.
അപ്പോൾ ഒരാള് പോയിന്റ് ബിയിൽ നിന്നും എങ്ങോട്ടാ പോയത്? വെസ്റ്റിലോട്ടാണ്. എത്ര പോയത്? 17 മീറ്റർ. അപ്പൊ ഞാൻ ഇവിടെ പോയിന്റ് ബി കൊടുത്തു. ഇവിടെ നിന്നും 17 മീറ്റർ വെസ്റ്റിലോട്ട് പോയിട്ട് അവിടെ എത്തി പോയിന്റ് സിയിലെത്തി. ആൻഡ് ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 7 മീറ്റർ ടു റീച്ച് പോയിന്റ് ജെ. അപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി? ലെഫ്റ്റ് തിരിഞ്ഞു. എത്ര പോയി? 7 മീറ്റർ പോയിട്ട് എവിടെ എത്തി? പോയിന്റ് ജെയിലെത്തി. ഓക്കെ. വേർ ഹി ടേൺസ് റൈറ്റ് ആൻഡ് ദെൻ ഹി വാക്സ് ഫോർ 50 മീറ്റർ ടു റീച്ച് പോയിന്റ് എക്സ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നും എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലോട്ട് തിരിഞ്ഞു. റൈറ്റിലോട്ട് എത്ര മീറ്റർ പോയി? 15 മീറ്റർ പോയിട്ട് എവിടെ എത്തി? എക്സിലെത്തി. ഓക്കെ. ഇനി വേർ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് ഫോർ 40 മീറ്റർ ടു റീച്ച് പോയിന്റ് എസ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ലെഫ്റ്റിലോട്ട്. ലെഫ്റ്റ് പറഞ്ഞാൽ താഴോട്ട് പോയി. എത്ര പോയി? 14 മീറ്റർ പോയി. 14 മീറ്റർ പോയിട്ട് എവിടെ എത്തി? പോയിന്റ് എസിലെത്തി. ഓക്കെ. Then he turns left and walks for 12 meter to reach point E. അപ്പൊ ഇവിടെ നിന്നും എത്ര പോയി? 12 മീറ്റർ ലെഫ്റ്റിലോട്ട് പോയി എവിടെ എത്തി? പോയിന്റ് ഇയിലെത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ വരെ പോകരുത്. ഇവിടെ വന്ന് ഡിസ്റ്റൻസ് എത്രയായി? 15ആയി. നമ്മൾ കുറച്ച് എടുക്കാൻ പാടുള്ളൂ. സോ 12 മീറ്റർ പോയിട്ട് എവിടെ എത്തി? പോയിന്റ് ഇയിലെത്തി. ഓക്കെ. ഇനി where he turns left again and walks for 10 meter to reach point A. അപ്പൊ ഇവിടെ നിന്നും വീണ്ടും എന്ത് ചെയ്തു? ലെഫ്റ്റ് എടുത്തു. എത്ര പോയി? 10 മീറ്റർ പോയി. ഇവിടെ നിന്നും ലെഫ്റ്റ് എടുത്തു. 10 മീറ്റർ പോയിട്ട് പോയിന്റ് എവിടെ എത്തി? ടു റീച്ച് പോയിന്റ് എ. പോയിന്റ് എയിലെത്തി. ഇനി ഫ്രം പോയിന്റ് എ ഹി വാക്സ് ഫോർ 80 മീറ്റർ ആഫ്റ്റർ ടേണിംഗ് റൈറ്റ് ടു റീച്ച് പോയിന്റ് ബി. അപ്പൊ പോയിന്റ് എയിൽ നിന്നും റൈറ്റിലോട്ട് തിരിഞ്ഞ് എത്ര മീറ്റർ പോയി? 18 മീറ്റർ പോയി. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് 12, ബാലൻസ് 3 ഉണ്ട്, ഇത് 17 ഉണ്ട്. അപ്പൊ 20 വരും. ഒരിക്കലും അതിന്റെ അത്രയും പോകരുത്. സോ എയിൽ നിന്നും 18 മീറ്റർ പോയി പറഞ്ഞാൽ ഇതാ എയിൽ നിന്ന് 18 മീറ്റർ പോയി എവിടെത്തി? പോയിന്റ് വിയിലെത്തി. ഓക്കെ. ശ്രദ്ധിക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വരച്ച വെച്ചാൽ ഇത് നമുക്ക് ടോട്ടൽ 15 ഉണ്ടായിരുന്നു. അതിൽ ഇത്രയും 12 ഉണ്ടെങ്കിൽ ഇത്രയും 3. ഓക്കെ. അപ്പം ഇത്രയും 3 ഒന്നല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എത്ര ഉണ്ടാകാൻ പാടുള്ളൂ? 15 മീറ്റർ പോകാൻ പാടുള്ളൂ. ഇത്രയും പോയാൽ എത്രയായി? 17ആയി. സോ അതിന്റെ കുറച്ച് മുന്നിൽ വരണം. സോ 18 മീറ്റർ ആണ് ബി ഇവിടെ വരാൻ പാടുള്ളൂ. ഓക്കെ. ഇനി then he turns right and walks for 13 meter to reach point H. അപ്പോൾ ബിയിൽ നിന്നും എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലോട്ട് തിരിഞ്ഞു. ഓക്കെ. then he turns right and walks for 13 meter to reach point H. റൈറ്റിലോട്ട് തിരിഞ്ഞ് എത്ര പോയി? 13 മീറ്റർ പോയി. ഓക്കെ. അപ്പൊ റൈറ്റ് ആണ് താഴോട്ടാണ്. എത്ര പോയി? 13 മീറ്റർ പോയി എവിടെ എത്തി? പോയിന്റ് എച്ചിലെത്തി. ഓക്കെ. where he again turns right and walks for 25 meter to reach point Y. ഇവിടെ നിന്നും വീണ്ടും എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലോട്ട് തിരിഞ്ഞു. ഓക്കെ. റൈറ്റിലോട്ട് പോയി എത്ര പോയി? 25 മീറ്റർ പോയി എവിടെ എത്തി? പോയിന്റ് വൈയിലെത്തി. അപ്പൊ ഇത് 18, 12, 30 ഉണ്ട്. സോ കുറച്ച് ഇവിടെ വരെ വരണം. എത്ര പോയി? 25 മീറ്റർ പോയി പോയിന്റ് വൈയിലെത്തി. ഓക്കെ. ഇത് 25 മീറ്റർ. ഓക്കെ. ഫൈനലി അറ്റ് പോയിന്റ് വൈ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് ഫോർ 5 മീറ്റർ ടു റീച്ച് പോയിന്റ് ആർ. ഫൈനലി എന്ത് ചെയ്തു? അയാൾ അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്തു. എങ്ങോട്ട്? എത്ര മീറ്റർ പോയി? 5 മീറ്റർ പോയി എവിടെ എത്തി? പോയിന്റ് ആറിലെത്തി. സോ ലെഫ്റ്റ് പറഞ്ഞാൽ താഴോട്ട്. സോ 5 മീറ്റർ പോയി പോയിന്റ് ആറിലെത്തി. താഴോട്ട് വെച്ചു. ഓക്കെ. സോ നമ്മളെ ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ആർ? എയും ആർ തമ്മിലുള്ള അപ്രോക്സിമേറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആറിൽ നിന്നും എയിലോട്ട് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ കിട്ടാവുന്ന അപ്രോക്സിമേറ്റ് ആയ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ. നമുക്ക് സ്ക്വയർ ചെയ്താൽ ഒരു കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് ഇതാ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദ്യം. അത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ? ഓക്കെ. ട്രയാങ്കിൾ ഫോം ചെയ്തൂടെ? ഞാൻ അതാ ഇത് ഇവിടെ എങ്ങനെ ജോയിൻ ചെയ്യാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആ കാണേണ്ടത്. നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് നോക്കും ചെയ്യാം. അപ്പോ ഇത് 5 റെഡിയാണ്. ഇനി ഇത് ടോട്ടൽ 13. അതിൽ ഇത് ടോട്ടൽ എത്ര വരും? ഇത് 13 ആണെങ്കിൽ ഇത് എത്ര വരും? 13 വരും. അപ്പൊ ടോട്ടൽ ഒരു സൈഡ് എത്ര വരും? 18 വരും. ഓക്കെ. ഇനി ഈ സൈഡ് ടോട്ടൽ ഇനി എങ്ങനെ നോക്കാം? ഇതിവിടെ എങ്ങനെ നോക്കാം അല്ലെ? ഇവിടെ അങ്ങനെ വെച്ചോ. ഇത് ടോട്ടൽ 25 വരുന്നുണ്ട്. അതിൽ ഇത്രയും 18 ആണെങ്കിൽ ഇത് എത്ര വരും? 7 വരും. അങ്ങനെയാണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 7 ആയിരിക്കും. സോ 18 സ്ക്വയർ പ്ലസ് 7 സ്ക്വയറിന്റെ റൂട്ട് ആയിരിക്കും എന്ത്? നമ്മളെ ആൻസർ. അപ്പോൾ 18ന്റെ സ്ക്വയർ എത്ര വരും? 324 വരും. 7ന്റെ സ്ക്വയർ എത്ര വരും? 49 വരും. സോ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 9 4 13, റിമൈൻഡർ 1 വരും. 2 4 6, 6നോട് 1 കൂട്ടിയാൽ 7 വരും.
7 പിന്നെ വേറെ റിമൈൻഡർ ഒന്നും ഇല്ലല്ലോ. സോ 3 373. നമുക്ക് കറക്റ്റ് ആയിട്ട് 373 ഒരു റൂട്ട് ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് നിയറസ്റ്റ് വാല്യൂ നോക്കാം. 300ന്റെ അടുത്തുള്ള റൂട്ടുകൾ ഏതൊക്കെയാ? 20 വരും, 19 വരും. 20ന്റെ സ്ക്വയർ എത്രയാ? 400ഉം 19ന്റെ സ്ക്വയർ എത്രയാണ്? 361 ഓക്കെ. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണ്? 19 അല്ലേ? ഡിഫറൻസ് നോക്ക്. 361നോട് 12 കൂട്ടിയാൽ മതി, 373 ആയി. പക്ഷെ 373നോട് എത്ര കൂട്ടിയാലേ 400 ആവുള്ളൂ? 27 കൂട്ടണം. അപ്പൊ ഏതാണ് അടുത്ത് നിൽക്കുന്നത്? 19 ആയിരിക്കും. സോ അപ്രോക്സിമേറ്റ്ലി ദൂരം എത്ര ആയിരിക്കും? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 19 മീറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറക്ഷൻ ഈസ് പോയിന്റ് ജെ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് വി? ഓക്കെ. പോയിന്റ് ജെ പോയിന്റ് ബിയിൽ നിന്നും ഏത് ഡയറക്ഷനിലാണ്? അപ്പൊ പോയിന്റ് ജെ എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ. പോയിന്റ് ജെ എവിടെ ഉണ്ട്? പോയിന്റ് വിയോ? പോയിന്റ് വി ഇതാ ഇവിടെയുണ്ട്. ഓക്കെ. പോയിന്റ് ബിയിൽ നിന്നും പോയിന്റ് ജെ ഏത് ഡയറക്ഷനിലാ? ആരോ ഇങ്ങോട്ടല്ലേ? ഇതേതാണ്? നോർത്ത് വെസ്റ്റ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് അനദർ പേഴ്സൺ ഫ്രം പോയിന്റ് വൈ വാക്സ് 10 meter ടുവാർഡ്സ് ഈസ്റ്റ്, then what is the shortest distance between the person and point C? അപ്പോൾ ഒരാള് പോയിന്റ് വൈയിൽ നിന്നും 3 മീറ്റർ ഈസ്റ്റിലോട്ട് പോവാണ്. അപ്പൊ ഞാൻ ഒരാൾ ഇതാ 3 മീറ്റർ പോയി, ഇതാ 3 മീറ്റർ പോയി, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇയാളും പോയിന്റ് സി തമ്മിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ട് ഇയാൾ പോയിന്റ് സിയുടെ കറക്റ്റ് താഴെ വന്നു വെച്ചാൽ, നിങ്ങൾ നോക്ക്, ഇവിടുന്ന് ഇതുവരെ 15 അല്ലേ? അതിൽ ഇത്രയും 12 ആണ്. അപ്പൊ അങ്ങനെയാണ് ഇത്രയും പോകുന്ന എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 3 ആയിരിക്കും. നമുക്ക് എത്ര വരണം? ടോട്ടൽ എത്ര വരണം? 15 വരണം. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, പോയിന്റ് സിക്ക് നേരെ താഴെ ആയിരിക്കും എന്ത് വരിക? അയാള് വരിക. ഇനി നമുക്കറിയാം ഈ സിയും ഇയാളും തമ്മിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അത് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് 7. ഓക്കെ. ഇതെത്ര വരും? ഞാൻ ഇവിടെ ഒന്ന് ഇങ്ങനെ വരക്കാം. ഓക്കെ. ഇതൊന്നതാ ഇങ്ങനെ കണക്ട് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ. ഇതെത്ര വരും? ഇത് 13 ആണെങ്കിൽ ഇത് 13. ഓക്കെ. ഇത് വേണ്ട, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ. ഇത് 13 ആണെങ്കിൽ ഇത് എത്ര വരും? ഇവിടെ തൊട്ട് ഇതുവരെ ഡിസ്റ്റൻസ് 13. ഇനി ഇത് ടോട്ടൽ 14. ഇതാ ഇങ്ങനെ നോക്ക്. ഇത് ടോട്ടൽ 14. അത് ഇത്രയും 10 ആണെങ്കിൽ ഇത് എത്ര വരും? 4 വരും. അങ്ങനെ ഇത് എത്ര തന്നെ ആയിരിക്കും? 4 ആയിരിക്കും. അപ്പൊ നമുക്ക് സിയും ഈ പേഴ്സണും തമ്മിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വെച്ചാൽ എത്ര വരും? 7 + 4 + 13 എത്ര വരും? 24 മീറ്റർ വരും. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, 24 മീറ്റർ. ക്വസ്റ്റ്യൻ. ഗണേഷ് ഗോസ് ഫോർ വാക്കിംഗ് ഇൻ എ പാർക്ക്. ഫ്രം ഹിസ് ഇനീഷ്യൽ പോയിന്റ് he goes 250 meter in the west direction and reaches point B. അപ്പോൾ ഗണേഷ് എന്താണ്? പാർക്കിൽ നടക്കാൻ പോയതാണ്. അപ്പോൾ അയാൾ ഇനീഷ്യൽ പോയിന്റ്, നമ്മളൊരു ഇനീഷ്യൽ പോയിന്റ് എപ്പോഴും മാർക്ക് ചെയ്യണം. ആ ഇനീഷ്യൽ പോയിന്റിൽ നിന്നും എത്ര പോയി? 250 മീറ്റർ വെസ്റ്റിലോട്ട് പോയി. ഇതാ ഇങ്ങോട്ട് എത്ര പോയി? 250 മീറ്റർ വെസ്റ്റിലോട്ട് പോയി. ഓക്കെ. ആൻഡ് റീച്ചസ് പോയിന്റ് ബി. അങ്ങനെ വെസ്റ്റിലോട്ട് പോയി എത്തിയ പോയിന്റിന്റെ പേരെന്താണ്? ബി. Then he takes a left turn and goes for 200 meter to reach point K. So ഈ 250 മീറ്റർ പോയ ശേഷം അവിടെ നിന്നും പോയിന്റ് ബിയിൽ നിന്നും എങ്ങോട്ട് തിരിഞ്ഞു? ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. എത്ര മീറ്റർ പോയി? 200 മീറ്റർ പോയി. എവിടെ എത്തി? പോയിന്റ് കെയിലെത്തി. ഓക്കെ. പോയിന്റ് കെ. From point K, he takes another left turn and goes 200 meter to reach point N. അപ്പൊ ഈ പോയിന്റ് കെന്ന് ഇയാൾ വീണ്ടും എന്ത് ചെയ്തു? ഗണേഷ് എന്ത് ചെയ്തു? ലെഫ്റ്റ് ടേൺ എടുത്തു. എത്ര മീറ്റർ പോയി? 200 മീറ്റർ പോയി. അപ്പോൾ വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്തു. എത്ര പോയി? 200 മീറ്റർ പോയി. എവിടെ എത്തി? പോയിന്റ് എന്നിലെത്തി. ഓക്കെ. ഇത് ടോട്ടൽ 250 ഉണ്ട്. അപ്പൊ അത്രയും പോകാൻ പാടില്ല. അതിന്റെ ഒരു ചുരുങ്ങിയ 200 പറഞ്ഞാൽ അതിൽ ചെറുതായിരിക്കും. ഇനി ആഫ്റ്റർ ദാറ്റ് ഹി ടേക്സ് ലെഫ്റ്റ് ടേൺ ആൻഡ് ഗോസ് 100 മീറ്റർ ടു റീച്ച് പോയിന്റ് യു. സോ പോയിന്റ് എന്നിൽ നിന്നും വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് എത്ര മീറ്റർ പോയി? 100 മീറ്റർ പോയി. എവിടെ എത്തി? പോയിന്റ് യുവിലെത്തി. ഇത് ടോട്ടൽ 200. അപ്പൊ അതിന്റെ കറക്റ്റ് പകുതിയിൽ എന്ത് വരണം? 100 മീറ്ററിൽ യു വരണം. ഓക്കെ. ദെൻ ഫ്രം പോയിന്റ് യു he takes right turn and goes for 100 meter to reach point H. So പോയിന്റ് യുവിൽ നിന്നും വീണ്ടും റൈറ്റ് ടേൺ എടുത്തിട്ട് 100 മീറ്റർ എങ്ങോട്ട് പോയി? പോയിന്റ് എച്ചിലോട്ട് പോയി. അത് നമുക്കറിയാം ഇത്രയും 200 ആണ്. അപ്പൊ ബാലൻസ് 50 വേണം. അപ്പൊ ഈ പോയിന്റ് പോയോ അത്രയും കൂടി വീണ്ടും വരുമ്പോൾ എത്ര പോയി? ടോട്ടൽ 100 മീറ്റർ പോയി. ഓക്കെ. സോ വരച്ചൊന്ന് നമുക്കൊന്ന് ക്ലിയർ ആക്കി വരക്കാം. ഓക്കെ. സോ എന്നിവിടെ ഏകദേശം 200 പറഞ്ഞാൽ ഇത്ര വരും. 200 100 പറഞ്ഞാൽ ഏകദേശം ഇത്ര വരും. ഇവിടെ നിന്ന് വീണ്ടും 100. ഓക്കെ. സോ 100 ഇവിടെ എന്ത് വരും? പോയിന്റ്
യു വരും. പോയിന്റ് യു റൈറ്റ് ടേൺ എടുത്തിട്ട് 100 മീറ്റർ പോയാൽ പോയിന്റ് എച്ച്. ഓക്കെ, ഞാൻ ചിത്രം ജസ്റ്റ് മാറ്റി വരച്ചു, നമുക്ക് ആ ഒരു അളവൊന്ന് മിസ്റ്റേക്ക് വന്നപ്പോൾ ഒന്ന് റെഡി ആക്കിയതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്ത കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. അങ്ങനെ പോയിന്റ് എച്ചിലെത്തി. ഓക്കെ, ഇനി ഫൈനലി ഫ്രം പോയിന്റ് എച്ച് ഹി ടേക്സ് എ റൈറ്റ് ആൻഡ് ഗോസ് 220 മീറ്റർ ടു റീച്ച് ഫൈനൽ പോയിന്റ്. സോ പോയിന്റ് എച്ചിൽ നിന്നും വീണ്ടും എന്ത് ചെയ്തു, റൈറ്റ് ടേൺ എടുത്തിട്ട് എങ്ങോട്ട് പോയി, 220 മീറ്റർ താഴെ പോയി. ഓക്കെ, സോ 100 മീറ്റർ ഇവിടെ വന്നു, വീണ്ടും പോയി 220 മീറ്റർ പോയിട്ട് എവിടെ എത്തി, ഫൈനൽ പോയിന്റ് എത്തി. സോ ഇതാണ് ഫൈനൽ പോയിന്റ്, ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഗണേഷ് ഫ്രം പോയിന്റ് ബി ടു എച്ച്. പോയിന്റ് ബിയിൽ നിന്നും എച്ച് വരെയുള്ള ഗണേഷ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഗണേഷ് ബിയിൽ നിന്നും എച്ച് വരെ എത്ര ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ബി തൊട്ട് എച്ച് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. ബിന്ന് കെ വരെ 200, കെന്ന് എൻ വരെ എത്ര വരും, എൻ വരെ 200, പിന്നെ എന്നിന്ന് യു വരെ 100, പിന്നെ യുന്ന് എച്ച് വരെ 100. അത്രയല്ലേ സഞ്ചരിച്ചിട്ടുണ്ടാവുക. അപ്പൊ എത്ര വരും, 200, 400, 400, 500, 500, 100, 600 മീറ്റർ. അപ്പോൾ ഗണേഷ് ബി മുതൽ എച്ച് വരെ സഞ്ചരിച്ച ദൂരം എത്രയാണ്, 600 മീറ്റർ. ഓപ്ഷൻ ഡി 600 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഡയറക്ഷൻ പോയിന്റ് എച്ച് സിറ്റുവേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് കെ. പോയിന്റ് കെയിൽ നിന്നും പോയിന്റ് എച്ച് ഏത് ഡയറക്ഷനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് കെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പോയിന്റ് എച്ചോ ഇവിടെയുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു ആരോ അല്ലേ വരുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ. അപ്പൊ അത് ഏതായിരിക്കും ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ് ആയിരിക്കും ഡയറക്ഷൻ വരിക. സോ നമ്മൾ ഓപ്ഷനിൽ നോർത്ത് ഈസ്റ്റ് ഇല്ല. സോ ആൻസർ എന്തായിരിക്കും, നൺ ഓഫ് ദീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ടോപ്പിക്കാണ്. നമുക്ക് പ്രിംസിന് എന്തായാലും 2 or 3 മാർക്കിന് വരും. വളരെ ഈസിയാണ്. നമുക്ക് ആ റൈറ്റും ലെഫ്റ്റും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളൂ. ഓക്കെ, നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് വെസ്റ്റ്, റൈറ്റിൽ എന്ത് വരും, ഈസ്റ്റ് എന്ന രീതിയിൽ. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.